എല്ലാവർക്കും നമസ്കാരം. ഇന്നും ഒരു കഥ പറയാം. ഏകലവ്യൻ്റെ കഥയാണ് ഇന്ന് പറയാൻ പോണത്. ചുരുക്കി പറയാം. ഏകലവ്യൻ്റെ കഥ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പം താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏത് ക്ലാസ്സിലാണെന്ന് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, സാറ് കഥ പറഞ്ഞു തന്നതൊക്കെ ഓർക്കുന്നുണ്ട് ഞാൻ. പക്ഷേ ഇപ്പോൾ മുതിർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മഹാഭാരതവും ഒക്കെ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് വിശദമായിട്ട് അതിൻ്റെ കഥ മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. ഹസ്തിനപുരത്തിലെ രാജകുമാരന്മാരെ അസ്ത്രവിദ്യ പഠിപ്പിക്കാനായിട്ട് ഭീഷ്മർ നിയോഗിച്ചത് ദ്രോണാചാര്യരെ ആയിരുന്നു. അസ്ത്രവിദ്യ പഠിപ്പിക്കാൻ നിയമിച്ച ആളാണെങ്കിലും അദ്ദേഹത്തെ അവിടെ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് അവിടെ താമസിക്കാൻ ഒരു ഗൃഹം അടക്കം കൊടുത്ത് അദ്ദേഹത്തെ അവിടെ താമസിപ്പിച്ച് കുട്ടികളെ അഭ്യസിപ്പിക്കുകയായിരുന്നു പതിവ്. പിന്നീട് ഈ ദ്രോണാചാര്യരെ യുദ്ധത്തിൽ മരിക്കുന്നത് വരെ ദ്രോണർ ഹസ്തിനപുരത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. അങ്ങനെ അവിടെ താമസിച്ച് പാണ്ഡവന്മാരെയും കൗരവന്മാരെയും അസ്ത്രവിദ്യ അഭ്യസിപ്പിച്ചങ്ങനെ കഴിഞ്ഞു. ദ്രോണരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു അർജുനൻ. എല്ലാവർക്കും നമുക്കൊക്കെ അറിയാമല്ലോ അല്ലേ? അർജുനൻ അതിബുദ്ധിമാനായിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദ്രോണർ ഹസ്തിനപുരിയിലെ രാജകുമാരന്മാരെ അസ്ത്രവിദ്യ അഭ്യസിപ്പിക്കുന്നുണ്ട് എന്ന് നാട്ടിലെല്ലാം പ്രസിദ്ധമായി. എല്ലാവരും അറിയാൻ തുടങ്ങി. ദ്രോണാചാര്യരാണ് ഗുരുകുലത്തിൽ കുട്ടികളെ അഭ്യസിപ്പിക്കുന്നത് എന്ന് എല്ലാവരും അറിഞ്ഞു. ദ്രോണാചാര്യ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരശുരാമനിൽ നിന്ന് പോലും അസ്ത്രാഭ്യാസം ചെയ്തിട്ടുള്ള ആളാണ് ദ്രോണാചാര്യർ. വളരെ പ്രശസ്തനായ ആളുമാണ് ദ്രോണാചാര്യർ. ഇതറിഞ്ഞപ്പോൾ നാനാദേശത്തു നിന്നും ദ്രോണാചാര്യരുടെ ശിഷ്യത്വം നേടാനായിട്ട് രാജകുമാരന്മാർ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരുന്നു. അതിൻ്റെ കൂടെ സൂതപുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന കർണനെയും ദ്രോണാചാര്യരാണ് അഭ്യസിപ്പിച്ചത്. അതും നമുക്കറിയാം അല്ലേ? സൂതൻ്റെ പുത്രനാണെങ്കിലും അത് രാജകൊട്ടാരത്തിൽ രാജകുമാരന്മാരുടെ കൂടെ ദുര്യോധനൻ്റെയൊക്കെ സഖാവായിരുന്നല്ലോ. അതുകൊണ്ട് ആയിരിക്കും സൂതപുത്രൻ എന്ന് പേര് കേട്ട കർണനെയും അഭ്യസിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നിഷാദരാജാവാണ് ഹിരണ്യധനുസ് എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ആണ് ഏകലവ്യൻ. നിഷാദൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാട്ടാളനോ വേടനോ ഒക്കെ പറയാം. വേടന്മാർക്ക് സ്വതേ ഈ അസ്ത്രവിദ്യ സ്വതേ അറിയാവുന്നവരാണ്. നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ടല്ലോ. വേടൻ അമ്പ് ചെയ്തു പക്ഷിയെ വീഴ്ത്തിയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഹിരണ്യധനുസിൻ്റെ മകനാണ് ഏകലവ്യൻ. ഈ ഏകലവ്യൻ അസ്ത്രാഭ്യാസത്തിൻ്റെ മോഹമായിട്ട് ദ്രോണാചാര്യരുടെ അടുത്ത് എത്തി. ഏകലവ്യൻ ഞാൻ പറഞ്ഞില്ലേ, വേടവർഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ദ്രോണാചാര്യർക്കൊരു സംശയം. പൊതുവെ ഏകലവ്യന് അസ്ത്രവിദ്യയൊക്കെ അത്യാവശ്യം അറിയാം. എന്നാലും ഒരു ഗുരുവിൻ്റെ കീഴിൽ നന്നായിട്ട് ആയുധവിദ്യ കുറച്ചുകൂടി പഠിക്കണം എന്നൊരാഗ്രഹമായിട്ടാണ് ദ്രോണരുടെ അടുത്ത് എത്തിയത്. ഏകലവ്യനും ഇതുപോലെ അതിബുദ്ധിമാനായിരുന്നു, പരിശ്രമശാലിയായിരുന്നു. ദ്രോണരോട് ശിഷ്യത്വം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് കയറി ശിഷ്യനായിക്കോന്നൊന്നും പറഞ്ഞില്ല. ഒന്ന് ആലോചിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നിഷാദനാണ്, കാട്ടുജാതിക്കാരനാണ്. ക്ഷത്രിയകുമാരന്മാരുടെ കൂടെ നിഷാദനായ ഒരാളെ പഠിപ്പിക്കാൻ പറ്റുമോ എന്നൊരു സംശയം. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. പിന്നെ അദ്ദേഹം ഒരു കൊട്ടാരത്തിൽ, ഹസ്തിനപുരത്തിലെ ഭീഷ്മർ അദ്ദേഹത്തെ അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നിയമിച്ചിരിക്കുന്ന ഒരാളാണ്.
അതിൽ അത് പറഞ്ഞിരിക്കുന്ന നിയമം അവിടെ പറഞ്ഞിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണല്ലോ ദ്രോണർ. ഇഷ്ടമുള്ളവരെ മുഴുവൻ വരുന്നവരെ മുഴുവനും അങ്ങോട്ട് പഠിപ്പിക്കാം എന്ന് പറ്റില്ല. അത് നമ്മുടെ ഏത് വിദ്യാഭ്യാസ സ്ഥാപനമായാലും അങ്ങനെയാണല്ലോ. അവിടുത്തെ കുറച്ച് പ്രോട്ടോക്കോളൊക്കെ ഉണ്ടാവും. അത് നോക്കിയിട്ടല്ലേ നമ്മളവിടെ അഡ്മിഷൻ കൊടുക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ദ്രോണർക്കൊരു സംശയമായി, ഇവനെ ഇപ്പം ഇവരുടെ കൂടെ നിർത്താൻ പറ്റുമോ എന്ന് സംശയമായത് കാരണം അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, സമ്മതം മൂളിയില്ല, ആവാമെന്നും പറഞ്ഞില്ല, ആവില്ല എന്നും പറഞ്ഞില്ല. ഏകലവ്യൻ ദ്രോണാചാര്യരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ച് അനുഗ്രഹം ചോദിച്ചു. സമ്മതം കിട്ടാത്തത് കൊണ്ട് പിന്നെ കാട്ടിലേക്ക് തന്നെ തിരിച്ചും പോയി. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അന്ന് തന്നെ ദ്രോണരെ ഗുരുനാഥനായി മനസ്സുകൊണ്ട് സങ്കല്പിച്ച് മണ്ണുകൊണ്ടൊരു പ്രതിമ ഉണ്ടാക്കി. ആ പ്രതിമ ഒരു പീഠത്തിൽ വെച്ച് എന്നും അതിൽ തൊട്ട് തൊഴുത് നമസ്കരിച്ച് സ്വയം നല്ല ശ്രദ്ധയോടെ അഭ്യാസം ആരംഭിച്ചു, അസ്ത്രാഭ്യാസം. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ മുമ്പത്തേക്കാൾ നല്ല പരിശീലനം കൊണ്ട് നല്ല സാമർഥ്യത്തോടെ അമ്പെയ്യാൻ പഠിച്ചു എന്നാണ് പറയുന്നത്. മുമ്പത്തേക്കാളും അതീവ സമർത്ഥനായി അമ്പെയ്ത്തിൽ എന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഹസ്തിനപുരിയിലെ രാജകുമാരന്മാർ കാട്ടിൽ വേട്ടയ്ക്ക് പോയി, നായാട്ടിന് പോയി. അപ്പോൾ അവരുടെ കൂടെ ഈ വേട്ടനായ്ക്കളുണ്ടാവും. ഈ ഒരു വേട്ടനായി ഇങ്ങനെ കുരച്ചു. അത് കുരച്ച് വായടയ്ക്കുന്നതിന് മുമ്പേ 7 അസ്ത്രങ്ങൾ ഒന്നിച്ച് അതിൻ്റെ വായിലേക്ക് വന്ന് തറച്ചു. 7 അസ്ത്രം വായ ഒന്ന് കുരച്ച് അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ 7 അസ്ത്രങ്ങൾ അതിൻ്റെ വായിൽ വന്ന് തറച്ചു എന്നാണ് പറയണത്. അപ്പോൾ ഈ ഏകലവ്യനെ കണ്ടിട്ടാണോ അതോ മണം പിടിച്ചിട്ടാണോ എന്നറിയില്ല നായ കുരച്ചത്. പട്ടിയുടെ വായിൽ ഈ 7 അസ്ത്രങ്ങൾ ഒന്നിച്ച് വന്ന് തറച്ചപ്പോൾ ഈ രാജകുമാരന്മാർക്കൊക്കെ അത്ഭുതമായി. ഇതെവിടുന്നാണ് വന്നതെന്ന് യാതൊരു പിടിയില്ല. കുരച്ചിട്ട് വായടയ്ക്കുന്നതിന് മുമ്പേ ഈ 7 അസ്ത്രങ്ങൾ ഒന്നിച്ച് അയച്ച ആളെന്തായാലും മോശക്കാരനല്ലല്ലോ എന്ന് അവർ വിചാരിച്ചു. വേട്ടനായയാണെങ്കിൽ വേദന കൊണ്ട് പൊളഞ്ഞ് ഇവരുടെ മുമ്പിൽ വന്ന് നിന്നു ദയനീയനായിട്ട്. അവർ ഒന്നും കൂടി മുമ്പോട്ട് നടന്ന് നോക്കുമ്പോൾ ഒരാളവിടെ നിൽക്കണുണ്ട്. കറുത്ത നിറാണ്, ചെളി പിടിച്ച വൃത്തികെട്ട ശരീരം, ജട കെട്ടിയ മുടി. അവനെ കണ്ടപ്പോൾ ഈ രാജകുമാരന്മാർക്ക് ലജ്ജയായി എന്നാണ് പറയണത്. ഇവനാണോ ഈ പണി പറ്റിച്ചത്? ഞങ്ങൾ ഈ രാജകുമാരന്മാരായ ഞങ്ങൾക്ക് പോലും ഇതിനുള്ള സാമർഥ്യം ഇല്ലല്ലോ എന്നോർത്തപ്പോൾ അവർക്ക് ലജ്ജ തോന്നി എന്നാണ് പറയണത്. ഏകലവ്യൻ പട്ടിയുടെ കുര കേട്ടതേ ഉള്ളൂ അത്രേ, പട്ടിയെ കണ്ടിട്ടില്ല. ആ കുര കേട്ട ആ ശബ്ദം കേട്ടിടത്തേക്കാണ് ഈ 7 അസ്ത്രങ്ങൾ ഒന്നിച്ചയച്ച് അതിൻ്റെ വായ മുറിച്ചത്. അത് അതീവ സാമർഥ്യമുള്ളവനെ സാധിക്കൂ. അതോർത്തപ്പോൾ അവർക്ക് മഹാലജ്ജയായി. എന്തു പറയാനാ, തങ്ങൾ ക്ഷത്രിയകുമാരന്മാരായിട്ട് പോലും ഈ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സാമർഥ്യം കണ്ട അവനെ പ്രശംസിച്ചു കേട്ടോ, നല്ല പ്രശംസയൊക്കെ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ആരാ നീ എവിടെയാണ് താമസിക്കണേ എന്നൊക്കെ ചോദിച്ചു, വിശേഷമൊക്കെ ചോദിച്ചു. ഇങ്ങനെ അസ്ത്രവിദ്യ പഠിപ്പിച്ചത് ആരാ നിന്നെ എന്നൊക്കെ ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ദ്രോണാചാര്യരുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞു. അവനൊരു സംശയവും ഉണ്ടായില്ല. ദ്രോണാചാര്യരുടെ ശിഷ്യനാണ് ഞാൻ എന്ന് പറയാം. ഞാനൊരു നിഷാദനാണ്, ഹിരണ്യധനുസ് എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര്. അത് കേട്ടപ്പോൾ അർജുനൻ്റെ അർജുനന് വല്ലാത്ത വിഷമായി, മുഖമൊക്കെ വാടി. എന്താണെന്ന് വെച്ചാൽ ദ്രോണർ എപ്പോഴും അർജുനനോട് എപ്പോഴും പറയും, ദ്രോണർ എപ്പോഴും പറയും, നീ എൻ്റെ അരുമ ശിഷ്യൻ,
നീ വില്ലാളി വീരനാകും, ലോകം മുഴുവൻ പ്രശസ്തനാവും എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇവനെ ഇങ്ങനെ രഹസ്യമായിട്ട് അസ്ത്രവിദ്യ പഠിപ്പിക്കുന്നുണ്ട് എന്ന് അർജുനൻ തെറ്റിദ്ധരിച്ചു. അതോർത്തപ്പോൾ എന്നെ ഇങ്ങനെ പ്രശംസിച്ചിട്ട് വേറൊരാൾക്ക് സ്വകാര്യമായിട്ട് ഇങ്ങനെ അസ്ത്രവിദ്യ പഠിപ്പിച്ച് എന്നെക്കാളും കേമനാക്കി എന്നങ്ങോട്ട് ധരിച്ചു. നിഷാദനായ ഏകലവ്യനെ കേമനാക്കുന്നു എന്നൊക്കെ അങ്ങോട്ട് കരുതി. പിന്നെ ഇതൊക്കെ ചോദിച്ച് അവർ തിരിച്ചു പോന്നു, കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോന്നു. ആരുമില്ലാത്ത സമയത്ത് അർജുനൻ പോയി ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദ്രോണരോട് പോയി ചോദിച്ചു, അങ്ങ് എപ്പോഴും പറയണത് ഞാനാണ് വില്ലാളി വീരൻ, അങ്ങയുടെ ഉത്തമ ശിഷ്യനാണ് ഞാൻ എന്നൊക്കെയല്ലേ, എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അങ്ങക്ക് ആ നിഷാദരാജാവിൻ്റെ മകൻ അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ തന്നെയല്ലേ എന്ന് ചോദിച്ചു. എന്നെക്കാളും പ്രിയപ്പെട്ട ശിഷ്യൻ അവനല്ലേ എന്നൊക്കെ ചോദിച്ചു. ഇത് കേട്ട ദ്രോണർ കുറച്ചു നേരം ആലോചിച്ചു. മനസ്സിലെന്തോ ഒന്ന് അപ്പം മനസ്സിലായിട്ടുണ്ടാവും, നിഷാദരാജാവിൻ്റെ മകൻ എന്ന് കേട്ടപ്പോൾ പണ്ടവൻ വന്നത് ഓർമ്മയുണ്ടാവും. കുറച്ചു നേരം അങ്ങനെ ആലോചിച്ചിരുന്നു. എന്നിട്ട് കാട്ടിലേക്ക് അങ്ങോട്ട് പോയി ഏകലവ്യനെ കണ്ടു. ഏകലവ്യൻ ഗുരുവിനെ കണ്ടതേ കാൽക്കൽ വീണ് വണങ്ങി അങ്ങനെ തൊഴുതു നിന്നു. അത്രയും ഗുരുഭക്തിയാണ് അവന്. ആ ഗുരുഭക്തി ഉള്ളത് കൊണ്ടും ശ്രദ്ധയുള്ളത് കൊണ്ടും ആണല്ലോ അവൻ ഇത്രയും കേമനായതും. അങ്ങനെ അങ്ങയുടെ ശിഷ്യനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് തൊഴുതു നിന്നു. അപ്പോൾ ദ്രോണാചാര്യർ എന്തു പറഞ്ഞു, നീയേ എൻ്റെ ശിഷ്യനാണെങ്കിൽ അതിന് എനിക്ക് വേതനം തരണം എന്ന് പറഞ്ഞു. വേതനം തരണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് മഹാഭാരതത്തിൽ വ്യാസർ എഴുതിയത് വേതനം തരണം എന്നാണ് അത്രേ. പല ആചാര്യന്മാരും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ദക്ഷിണ തരണം എന്നല്ലാത്രേ പറഞ്ഞത്. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഗുരുദക്ഷിണയായിട്ട് ചോദിച്ചു എന്നാണ്. വേതനം തരണം എന്നാണത്രേ മഹാഭാരതത്തിലുള്ളത്. അപ്പോൾ വേതനം എന്ന് പറഞ്ഞാൽ കൂലി അല്ലെങ്കിൽ ശമ്പളം എന്നൊക്കെ പറയാം. പല തർജ്ജമകളിലും ദക്ഷിണ എന്നൊക്കെയാണ് കാണുന്നത്. വ്യാസൻ പ്രയോഗിച്ച വാക്ക് വേതനം എന്നാണ്. ആചാര്യന്മാർ പറയുന്ന ഏകലവ്യനെ ദ്രോണർ ശിഷ്യനായി മനസ്സിൽ പോലും കരുതിയിട്ടില്ല. ഏകലവ്യനെ ദ്രോണർ അന്ന് തന്നെ വിട്ടു, മനസ്സിൽ നിന്ന് തന്നെ വിട്ടു. എന്നിട്ടും കൂലി ചോദിച്ചതൊട്ടും ശരിയായിട്ടില്ല എന്നൊക്കെ പല ആചാര്യന്മാരും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അത് ദ്രോണരുടെ ധനമോഹം കൊണ്ടാണ് വേതനം ചോദിച്ചത് എന്നൊക്കെ പലരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിരൽ കിട്ടിയിട്ട് ഇപ്പോൾ ഈ കൂലിയാവോ എന്നൊക്കെ എനിക്കൊരു സംശയം. ഈ വിരൽ കിട്ടിയിട്ട് എന്താ കാര്യം? പക്ഷേ അവനവന് ഇഷ്ടമുള്ള ശിഷ്യന്മാർ കേമന്മാരാവും, അത്രയേ ഉള്ളൂ. അവരെക്കാളും കേമനാവാൻ പാടില്ല ഇവൻ, അത്രയേ ഉള്ളൂ ദ്രോണാചാര്യർക്ക്. എന്തായാലും അങ്ങേക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും ഞാൻ തരാം എന്ന് ഏകലവ്യൻ പറഞ്ഞു. വേതനം ചോദിച്ചപ്പോൾ അങ്ങേക്ക് എന്താണ് ആവശ്യം, എന്ത് ചോദിച്ചാലും ഞാൻ തരും എന്ന് പറഞ്ഞു. അപ്പോൾ ദ്രോണം പറഞ്ഞു, എന്നാലേ നീ നിൻ്റെ വലത്ത് കയ്യിലെ പെരുവിരൽ എനിക്ക് തരൂ, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. വലത് കയ്യിൻ്റെ പെരുവിരൽ ഇല്ലാതെ പിന്നെ മേലിൽ എങ്ങനെ അവൻ അമ്പ് ചെയ്യും? അതാണ് ഉദ്ദേശിച്ചതും ആചാര്യൻ. എന്നിട്ടും ഒരു ഭാവഭേദവും ഇല്ലാതെ അവൻ്റെ വിരൽ മുറിച്ച് ഗുരു കാഴ്ചവെച്ചു. സന്തോഷത്തോടെ, ഒരു വ്യത്യാസവും ഇല്ലാതെ, അത്രയും ബഹുമാനവും ഭക്തിയും ഒക്കെ ആയിരുന്നു അവന് ഗുരുവിനോട്. ഇത്രയും ക്രൂരതയായിട്ട് പറഞ്ഞിട്ടും ഗുരുവിനോട് ഒരു അല്പം പോലും ദേഷ്യമോ ഒരു വിഷമോ, മനസ്സിൽ മുഖത്ത് പ്രസാദം കാണിച്ചാൽ ഉള്ളിലൊരു വിഷമം ഉണ്ടാവും എല്ലാവർക്കും അല്ലേ? ഇതും ഉണ്ടായില്ല, ഉള്ളിലും ഒരു വിഷമം ഉണ്ടായില്ല. ഗുരു ചോദിച്ചതല്ലേ, ഞാൻ സന്തോഷമായിട്ട് കൊടുക്കും എന്നവൻ ഉറപ്പിച്ചു. അവൻ്റെ വലത് കൈയിലെ വിരൽ മുറിച്ച് അങ്ങോട്ട് കൊടുത്തു.
വലത്ത് കൈയിലെ വിരൽ മുറിച്ചങ്ങോട്ട് തന്നാൽ പിന്നെ ഞാൻ പിന്നീട് എങ്ങനെ ജീവിക്കും, ഞാൻ പിന്നീട് എങ്ങനെ അമ്പെയ്യും എന്നൊന്നും മറുത്ത് ചോദിച്ചേയില്ല. അപ്പോൾ പിന്നെ ഗുരുഭക്തി എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമില്ലല്ലോ. അങ്ങനെയൊക്കെ മറുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഗുരുഭക്തി ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സന്തോഷമായിട്ട് വിരൽ മുറിച്ച് കൊടുത്തു അത്രേ. പെരുവിരൽ കിട്ടിയിട്ട് ദ്രോണർക്ക് കാര്യമൊന്നുമില്ലെങ്കിലും അവൻ്റെ പെരുവിരൽ പോയി കിട്ടിയാൽ തൻ്റെ ശിഷ്യന്മാരെ പിന്നെ കവച്ചു വെക്കില്ലല്ലോ ഇവൻ എന്നാണ് ദ്രോണാചാര്യർ ഉദ്ദേശിച്ചത്. എന്തായാലും ഏകലവ്യന് പിന്നീട് പണ്ടുണ്ടായിരുന്ന ആ വേഗതാസ്ത്രവിദ്യയിൽ പിന്നെ ഉണ്ടായില്ല എന്ന് നമുക്ക് പ്രത്യേകം പറയണ്ടല്ലോ. അതാണ് ഏകലവ്യൻ്റെ കഥ. അധ്യാപകരായാലും സ്വന്തം ശിഷ്യന്മാർ ഗംഭീരന്മാരാവണം എന്നല്ലേ എല്ലാ അധ്യാപകരും വിചാരിക്കുക. പക്ഷെ മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു ക്രൂരത മറ്റൊരാളോട് ചെയ്തുകൊണ്ട് അവനവൻ്റെ ശിഷ്യരെ കേമന്മാരാക്കണത് എന്തായാലും ശരിയാണ് എന്ന് തോന്നണില്ലല്ലോ. ഉണ്ടോ? അധ്യാപകരായിട്ടുള്ളവരിത് കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കതൊരു വിഷമാവാതെ നമ്മൾ ശ്രദ്ധിക്കണം. അത് ക്ലാസ്സിലായാലും മറ്റെവിടെയായാലും. അത് നമ്മുടെ ഒക്കെ എല്ലാവരുടെയും ഒരു അഭിപ്രായം അങ്ങനെ ആയിരിക്കും അല്ലേ. ക്ലാസ്സിലൊരു കുട്ടിയെ മാത്രം നമ്മളെപ്പോഴും പ്രശംസിച്ചു കൊണ്ടിരുന്നാൽ, പഠിക്കുന്ന കുട്ടിയാണ്, നല്ല സാമർഥ്യമാണ്, ബുദ്ധിയുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ എപ്പോഴും പുകഴ്ത്തി കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് അതൊരു മനസ്സിൽ ഈഷലാവും. അത് നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു കഥയുമായി അടുത്ത ദിവസം വരാം.